45 വർഷത്തെ സിനിമാ കരിയറിന്റെ അനുഭവത്തിൽ ലാലേട്ടൻ തന്നെ പാട്ടുപാടി, അഭിനയിച്ച്, കഥയെഴുതി, സംവിധാനം ചെയ്ത് പടച്ചുവിട്ട ചിത്രം. സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ, ജോർജ് കുട്ടി ചേട്ടനൊരു സിനിമ സംവിധാനം ചെയ്തത്? കുട്ടികൾക്ക് വേണ്ടി ഇറക്കി കുട്ടികളെയും കുട്ടികളുടെ അച്ഛനമ്മമാരെയും തന്റെ ശത്രുവാക്കി മാറ്റിയ ലാലേട്ടന്റെ മാസ്റ്റർ പീസ് വൺ ആൻഡ് ഓൺലി ബറോസ്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഗോവയിലുള്ള ഡിഗാമ കൊട്ടാരത്തിന്റെ നിലവറയിലെ കല്ലറയും പൊളിച്ചാണ് ലാലേട്ടന്റെ ഇൻട്രോ. ഡിഗാമ തമ്പുരാന്റെ നിധി കാക്കുന്ന ഭൂതമാണ് ഗൈസ് നമ്മുടെ ലാലേട്ടൻ. പോർച്ചുഗീസ് ഭരിച്ചിരുന്ന ഡിഗാമ തമ്പുരാന്റെ മെയിൻ ബടിയായിരുന്നു നമ്മുടെ ലാലേട്ടൻ. യുദ്ധം വന്നപ്പോൾ ലാലേട്ടനെ ഭൂതമാക്കി പെട്ടിക്കറ്റി നിലവറയ്ക്കകത്തിട്ടിട്ട് രാജാവ് സ്വന്തം രാജ്യത്തോട്ട് എസ്കേപ്പ് അടിച്ചു കളഞ്ഞു. ബറോസ്, നീ കുറച്ചുനാള് ഭൂതമായിട്ട് നിലവറയൊക്കെ നോക്ക്, അപ്പോഴേക്കും ഞാൻ ഒന്ന് പോർച്ചുഗീസ് വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ രാജാവ് പിന്നെ വന്നിട്ടേ ഇല്ല. അങ്ങനെ രാജാവിന്റെ കുടുംബത്തിൽ ആരെങ്കിലും നിലവറയിലോട്ട് വരുന്നവരെ ബറോസ് പെട്ടി തന്നെ. അങ്ങനെ നൂറ്റാണ്ടുകൾ ഒരുപാട് കടന്നുപോയി, ഇപ്പോഴത്തെ കാലഘട്ടമായി. അപ്പോഴാണ് നമ്മുടെ ഡിഗാമ തമ്പുരാന്റെ 13ാം തലമുറയിലെ നിധിയുടെ അവകാശി ഇസബെല്ല വരുന്നത്. ഇസബെല്ലയാണെങ്കിൽ ഭയങ്കര കുഴപ്പമാണ്. അങ്ങനെ സ്കൂളുകാർക്ക് തലവേദനയായിട്ട് അവർ സസ്പെൻഡ് ചെയ്താണ് നാട്ടിലോട്ട് വിട്ടത്. അഴുക്ക പെണ്ണ്. അങ്ങനെ ഈ പെണ്ണ് എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് ഡിഗാമ കൊട്ടാരത്തിന്റെ നിലവറയിലെത്തുന്നു. ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര! അങ്ങനെ ഒരു ദൈവം ഇല്ല, ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. അങ്ങനെ ഈ പെണ്ണിന്റെ കയ്യിൽ നിധിയെല്ലാം ഏൽപ്പിച്ചാലേ പെട്ടിക്കിടക്കണ ലാലേട്ടനൊരു മോചനമുള്ളൂ. അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഇവളെ പിറകെ നടന്ന് ഇവളെ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടൻ കാണിക്കുന്ന കുറച്ച് എപ്പിക് സാധനങ്ങളുണ്ട്. 150 കോടിക്ക് ബ്രഹ്മാണ്ഡ VFX. എന്തോന്നടേ ഇത്, കൊച്ചി ടിവിയിലെ ബാലവീര, അതിലുണ്ട് ഇതിലും അടിപൊളി VFX. അങ്ങനെ ലാലേട്ടന്റെ ബ്രഹ്മാണ്ഡ VFX ഒക്കെ കണ്ട് പൊളിഞ്ഞിരിക്കുമ്പോഴാണ് VFXന്റെ ഇടയിൽ കൂടെ ഒരു സ്നേഹം തുളുമ്പുന്ന ഗാനം. മാനമേ അങ്ങനെ ഈ നിധിയെല്ലാം അടിച്ചു മാറ്റാനായിട്ടൊരു ടീമുണ്ട്. അവരുടെ കൂടെ ഒരു മന്ത്രവാദിനുണ്ട്. അവരാണെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിൻ്റെ അകത്തൊരു തേളിനെ ഇട്ടിട്ട് അതിൻ്റെ മുമ്പേ കിടന്ന് എപ്പോഴും ഡാൻസ് കളിച്ചോണ്ടിരിക്കും. ഡാൻസാണ് മെയിൻ. അങ്ങനെ ഈ മന്ത്രവാദിനാണെങ്കിൽ ബറോസിനെ കൊല്ലാനായിട്ട് ബറോസിനെ പോലെ ഒരു ഭൂതത്തിനെ ഡിഗാമ തമ്പുരാന്റെ രൂപത്തിൽ ഉണ്ടാക്കി ബറോസിന്റെ അടുത്തോട്ട് അയക്കും. അതാണെങ്കിൽ ബറോസിന്റെ അപ്പുറം 2 ഭൂതങ്ങളും കൂടി നിലവറയിൽ കിടന്നൊരു ഫൈറ്റ് ഉണ്ട്. എന്തൊരു തേങ്ങയാണ് അതോ കാണിക്കണത്. അങ്ങനെ നമ്മുടെ ബറോസ് മറ്റേ ഭൂതത്തിനെ കൊന്ന് താക്കോൽ ഇസബെല്ലയുടെ കൊടുക്കും. പടം കഴിഞ്ഞു.